मंच पर उपस्थित श्रीमान तुषार वेलापल्ली जी, श्रीमान कुंभणम जी, श्री राजीव चंद्रशेखर जी, उपस्थित एनडीए के सभी नेता और बीडीजीएस के सभी पदाधिकारीगण और आज केरल के हर पंचायत क्षेत्र से आए हुए बीडीजीएस के पदाधिकारी और कार्यकर्ता भाइयों बहनों, വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന ബിഡിജെഎസിന്റെ പ്രസിഡന്റ് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അവർകൾ, ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം ജി, ശ്രീ രാജീവ് ചന്ദ്രശേഖർ MP, ബിഡിജെഎസിന്റെ ഭാരവാഹികളായി വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, ഈ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിൽ നിന്നുമായിട്ട് എത്തിയിട്ടുള്ള बीडीजेएसिന്റെ നേതാക്കളെ എല്ലാവർക്കും നമസ്കാരം. सबसे पहले तो केरल भर से आए हुए बीडीजीएस के सभी कार्यकर्ताओं को मिलकर मेरे मन में अत्यंत प्रसन्नता है. ആദ്യമായിട്ട് തന്നെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിന്റെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നായിട്ട്, കേരളം മുഴുവനുള്ള പഞ്ചായത്തുകളിൽ നിന്നായിട്ട് എത്തിയിട്ടുള്ള സന്തോഷം ഞാൻ നിങ്ങളോട് പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. मित्रों, बीडीजीएस की स्थापना से, सच में कहे तो स्थापना के पूर्व से मैं बीडीजीएस की स्थापना के साथ जुड़ा हुआ हूं. बीडीजेएസിന്റെ രൂപീകരണം തൊട്ട് മാത്രമല്ല, ആ രൂപീകരണത്തിന് മുൻപുള്ള കാലഘട്ടം തൊട്ട് തന്നെ ബിഡിജെഎസിന്റെ ഈ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. क्योंकि केरल की जिस प्रकार की राजनीतिक परिस्थिति गत 30 दशकों से बनी है, 30 साल से बनी है, एक और यूडीएफ, एक और एलडीएफ, और जिस प्रकार की राजनीति केरल के अंदर हुई थी, उसमें केरल के सांस्कृतिक मूल्यों, केरल के अंदर जितने भी समाज सुधार के आंदोलन हुए, वो आंदोलनों का इतिहास, केरल की परंपरा सभी खतरे में थे. उस वक्त श्री नारायण गुरु के सिद्धांतों पर चलकर एक पार्टी अगर केरल के अंदर बनती है और भारतीय जनता पार्टी और वो पार्टी का गठबंधन होता है, तो आने वाले दिनों में केरल की मूल संस्कृति के आधार पर राजनीति संभव है. അത്തരത്തിലുള്ള ഒരു പാർട്ടിയുടെ രൂപീകരണവുമായിട്ട് അതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ബന്ധപ്പെടാനുള്ള കാരണം, കേരളത്തിൽ കഴിഞ്ഞ നിരവധി ദശാബ്ദങ്ങളായിട്ട് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ, ആ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഭരണത്തിൽ കേരളത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങൾ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിന്റെ നവോത്ഥാന നായകന്മാർ, ആ നവോത്ഥാന നായകന്മാർ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിന്റെ പാരമ്പര്യവും കേരളത്തിന്റെ സംസ്കാരവും, ആ സംസ്കാരം തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള അത്തരമൊരവസ്ഥയിൽ ശ്രീനാരായണ ഗുരുദേവൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ, ആ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊള്ളുന്നതിലൂടെ ആ രാഷ്ട്രീയ പ്രസ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയും ചേർന്നുള്ള ഒരുമിച്ചുള്ള കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ട് കേരളത്തിന്റെ സാംസ്കാരിക മൂല്യങ്ങൾ, ആ സാംസ്കാരിക മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ സഹായകരമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ബിഡിജെഎസിന്റെ രൂപീകരണവുമായിട്ട് അതിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ എനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. और मुझे बहुत आनंद है कि एक साल के ही बहुत अल्प काल के अंदर बीडीजीएस ने ग्रास रूट लेवल पर अपने मूल डालने में सफलता प्राप्त की. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, ഒരു വർഷത്തിനിടയിൽ തന്നെ ബിഡിജെഎസ് ഏറ്റവും താഴെത്തട്ടിൽ അടിസ്ഥാന തലത്തിലുള്ള പാർട്ടിയുടെ ശക്തി,
പാർട്ടിയുടെ സ്വാധീനം, ആ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ ആ പാർട്ടിക്ക് BDJS സാധിച്ചിരിക്കുന്നു. और मित्रों, गत विधानसभा चुनाव ने भारतीय जनता पार्टी, BDJS और NDA के सभी साथियों ने मिलकर जो प्रदर्शन किया है, मुझे विश्वास है आने वाले लोकसभा और आने वाले विधानसभा चुनाव में NDA केरल में बहुमत निश्चित प्राप्त करने जा रहा है. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയും BDJS-ഉം ദേശീയ ജനാധിപത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് നേടിയിട്ടുള്ള നേട്ടം, ആ നേട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ ഭൂരിപക്ഷം നേടും എന്നുള്ള കാര്യത്തിൽ. मित्रों, केरल की जनता ने, केरल के सभी राजनीतिक दलों ने केरल के भव्य भूतकाल को याद करना पड़ेगा. 19वीं सदी के अंत में केरल में जिस प्रकार की सामाजिक विषमता थी, छुआछूत, अगड़ा, पिछड़ा, इस प्रकार के भावों में समाज अनेक टुकड़ों में बटा हुआ था. उसी वक्त यहां पर एक सामाजिक सुधार आंदोलन की शुरुआत हुई और उसमें प्रमुख भूमिका श्री नारायण गुरु ने निभाई और वहीं से आधुनिक केरल का अभ्युदय, आधुनिक केरल का विकास शुरू हुआ. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ട്. 19ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ കേരളം ജാതീയതയുടെയും ഉച്ചനീചത്വങ്ങളുടെയും തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ ഈ കേരളത്തിൽ ജന്മം കൊണ്ട സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള നിലയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ, ആ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനവും കേരളത്തിന്റെ പുനരുത്ഥാനവും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് സ്മരിക്കേണ്ടതുണ്ട്. और पूरे देश भर में जितने भी सामाजिक आंदोलन हुए हैं, इसमें सबको स्वीकार करना पड़ेगा कि श्री नारायण गुरु ने चलाया हुआ सामाजिक आंदोलन सबसे सफल सामाजिक आंदोलन बना है. ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുള്ള സാമൂഹ്യ നവോത്ഥാന പ്രക്രിയകൾ, ആ സാമൂഹ്യ നവോത്ഥാന പ്രക്രിയകളൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം, എല്ലാവരും അംഗീകരിക്കേണ്ട ഒരു കാര്യം, ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സാമൂഹ്യ നവോത്ഥാന പരിശ്രമമാണ് ഏറ്റവും സഫലമായിട്ടുള്ള പരിശ്രമം എന്നുള്ളത്. और आजादी के आंदोलन के वक्त भी शिवगिरी मठ आजादी के आंदोलन के प्रमुख प्रेरणा स्थानों में से एक था. चाहे हमारे राष्ट्रीय गान के रचयिता कविवर रविंद्रनाथ टैगोर जी हो, चाहे गांधी जी हो, श्री नारायण गुरु के सानिध्य में उन लोगों ने आजादी के लिए और समृद्ध समता युक्त समाज के लिए प्रेरणा लेकर आगे काम किया था. और गांधी जी ने इस चीज को स्वीकार किया था कि जो दलित समाज के लिए हरिजन शब्द उनके मन में आया और दलित उत्थान की जो बात आई, वो श्री नारायण गुरु जी की ही प्रेरणा थी. അതോടൊപ്പം തന്നെ ശിവഗിരി മഠം ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രചോദനം, ആ പ്രചോദനവും ഇവിടെ സ്മരിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ദേശീയ ഗാനത്തിന്റെ രചയിതാവായിട്ടുള്ള കവി രവീന്ദ്രനാഥ ടാഗോർ ആണെങ്കിലും, ഈ നാടിന്റെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ മഹാത്മജി ആണെങ്കിലും, അവരെല്ലാവരും തന്നെ ശിവഗിരി മഠത്തിൽ അവരുടെ സന്ദർശനത്തെ കുറിച്ചും ശിവഗിരി മഠത്തില് അവരുടെ ആ സന്ദർശനം നൽകിയിട്ടുള്ള പ്രചോദനത്തെ കുറിച്ചും പ്രേരണയെ കുറിച്ചും ഒക്കെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ മഹാത്മാഗാന്ധി അദ്ദേഹം ശിവഗിരിയിൽ വന്ന് ശ്രീനാരായണ ഗുരുദേവനുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയുടെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഈ നാട്ടിലെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളായിട്ടുള്ള ദളിത വിഭാഗത്തിൽപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് അവരെ വിശേഷിപ്പിക്കാനായിട്ട് ഹരിജനങ്ങൾ എന്നുള്ള വാക്ക്, ആ വാക്ക് ഉപയോഗിക്കുന്നതിന് കാരണമായിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവനുമായിട്ടുണ്ടായിട്ടുള്ള സമ്പർക്കമാണ് എന്ന് ശ്രീ മഹാത്മജി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ നിലയിൽ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിന്, ആ പ്രക്ഷോഭത്തിന്റെ പിന്നിൽ നൽകി
ശിവഗിരി മഠത്തിന്റെ സംഭാവന, ആ സംഭാവന എടുത്തു പറയേണ്ട സംഭാവനയാണ്. मित्रों, अद्वैत का प्रसार करने के साथ साथ श्री नारायण गुरु ने धर्म की सरल व्याख्या की। जब 1920 में त्रिशूर के अंदर मंदिर स्थापित किया तब उन्होंने सिर्फ दीपक जलाया। 1922 में जब मंदिर स्थापित किया वहां भगवान की जगह, ईश्वर की प्रतिमा की जगह सत्य, धर्म, प्रेम और दया 4 शब्द लिख लिए। और 1924 में जब अंतिम मंदिर बनाया तब सिर्फ एक आईना, एक दर्पण बना दिया कि ईश्वर तेरे अंदर ही बैठा है, आईने में देख ले, ईश्वर के दर्शन हो जाएंगे। एक नवीन प्रकार की तत्व ज्ञान श्री नारायण गुरु ने दिया और अद्वैत के सिद्धांत को पूरे केरल प्रदेश में नीचे के तबके के गांव तक ले जाने का काम श्री नारायण गुरु ने किया। ശ്രീനാരായണ ഗുരുദേവൻ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾ, ആ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കാനുള്ള പരിശ്രമം മാത്രമല്ല, അദ്വൈത സിദ്ധാന്തത്തിന്റെ പ്രചരണത്തോടൊപ്പം തന്നെ ആധ്യാത്മികതയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള തത്വങ്ങൾ, ആ തത്വങ്ങൾ സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ നടത്തി. അദ്ദേഹത്തിന്റെ വിവിധ ക്ഷേത്ര പ്രതിഷ്ഠകളെ കുറിച്ച്, ആ ക്ഷേത്ര പ്രതിഷ്ഠകൾ പരിശോധിച്ചാൽ ആ ക്ഷേത്ര പ്രതിഷ്ഠകളിൽ എല്ലായിടത്തും വിഗ്രഹങ്ങൾക്ക് പകരം അദ്ദേഹം ഒരു സ്ഥലത്ത് കണ്ണാടി പ്രതിഷ്ഠിച്ചു, മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം സത്യം, ധർമ്മം, നീതി അത്തരത്തിലുള്ള വാക്കുകൾ അദ്ദേഹം എഴുതി വെച്ചു. അങ്ങനെ ആധ്യാത്മികതയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ, ആ ഉയർന്ന തലത്തിലുള്ള ചിന്തകൾ, ആ ചിന്തകൾ ഏറ്റവും സരളമായിട്ടുള്ള രൂപത്തിൽ, ഏറ്റവും ലളിതമായിട്ടുള്ള രൂപത്തിൽ ഈ നാട്ടിലെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം, ആ പരിശ്രമമാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ ക്ഷേത്ര പ്രതിഷ്ഠകളിലൂടെ നിർവഹിച്ചത്. मित्रों, संगठन, शिक्षा और उद्यम मतलब औद्योगिक विकास, ये 3 मंत्रों के आधार पर समाज की पुनर्रचना श्री नारायण गुरु ने करना सोचा था। आज नरेंद्र मोदी सरकार इसी रास्ते पे चलकर पूरे देश के अंदर एक सर्वस्पर्शीय, सर्वसमावेश विकास की शुरुआत करी है। विकास ऐसा हो जो हर एक व्यक्ति को छू लेता हो, विकास ऐसा हो जिसमें हर एक व्यक्ति का स्थान हो, कोई तुष्टीकरण की राजनीति करे बगैर, वोट बैंक की राजनीति करे बगैर, विकास सबके लिए समान हो, इस प्रकार की एक नई राजनीति की शुरुआत नरेंद्र भाई ने की है। ശ്രീനാരായണ ഗുരുദേവൻ സംഘടനയിലൂടെ ശക്തരാകാൻ നൽകിയ ആഹ്വാനം, അതോടൊപ്പം തന്നെ വ്യാവസായിക വളർച്ചയിലൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി നൽകിയ ആഹ്വാനം, ഈ ആഹ്വാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വികസനത്തിന്റെ പുതിയ മന്ത്രം നമ്മുടെ നാട്ടിന് മുൻപാകെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ നാട്ടിലെ ഓരോ വ്യക്തിയുടെയും വികസനം, ഓരോ വ്യക്തിയുടെയും വളർച്ച, ആ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളും, അത് ഓരോ വ്യക്തിക്കും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ എന്നുള്ള നിലയിലാണ് അദ്ദേഹം ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ആ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. मित्रों, नरेंद्र मोदी सरकार केंद्र में एनडीए की सरकार है और एनडीए की सरकार ने देश के विकास के लिए 2.5 साल में बहुत कुछ किया है। मैं इसमें बहुत डिटेल जानना नहीं चाहता, अंत में थोड़ी बात बता दूंगा। मगर नरेंद्र मोदी सरकार की सबसे बड़ी उपलब्धि है तो ये है कि 2.5 साल के बाद भी नरेंद्र मोदी सरकार पर कोई एक पैसे के करप्शन का आरोप नहीं लगा। 2.5 വർഷക്കാലത്തിനിടയിൽ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ നാടിന് വേണ്ടിയിട്ട്, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം തന്നെ വിശദമായിട്ട് ഇവിടെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2.5 വർഷക്കാലം കഴിഞ്ഞിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഇന്നും പറയാൻ സാധിക്കും, ഈ 2.5 കൊല്ലക്കാലത്തിനിടയിൽ ഒരു നയാ പൈസയുടെ അഴിമതിയെ പോലും കാണിച്ചതായിട്ട് ഈ സർക്കാരിനെതിരായിട്ട് ആർക്കും ആരോപണം ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സർക്കാർ കൈവരിച്ചിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. मित्रों, अभी जो फैसला लिया है, जिसमें कम्युनिस्ट पार्टी से लेकर कांग्रेस के लेकर समता पार्टी, ममता की पार्टी से लेकर सपा, बसपा, सारे के सारे लोग परेशान हैं।
डिमोनिटाइजेशन का फैसला। ये डिमोनिटाइजेशन के फैसले के कारण एक ही झटके से नरेंद्र भाई ने देश में काला धन समाप्त करने के लिए बहुत हिम्मतवान फैसला लिया है। ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോ സ്വീകരിച്ചിട്ടുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ആ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ നടപടികൾ, ആ നടപടികള് ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും കോൺഗ്രസുകാരെയും മമതാ ബാനർജി തൊട്ട് സമാജ്വാദി പാർട്ടി വരെയുള്ള സർവ്വ ആളുകളെയും അസ്വസ്ഥരാക്കിയിരിക്കുകയാണ്. ഈ നാട്ടിൽ കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള നടപടിയാണ് ഈ സാമ്പത്തിക പരിഷ്കാരത്തിലൂടെ, നോട്ട് പിൻവലിക്കലിലൂടെ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. मित्रों, ये नोटबंदी के कारण, डिमोनेटाइजेशन के कारण, काला बाजारी समाप्त होने के कारण देश के गरीब से गरीब व्यक्ति को आगे ले जाने के लिए, विकास के रास्ते पर बढ़ाने के लिए बहुत बड़ी सहायता मिलने वाली है। ഈ സാമ്പത്തിക പരിഷ്കാരത്തിലൂടെ, നോട്ട് പിൻവലിക്കലിലൂടെ അതിന്റെ ഫലമായിട്ട് ഈ രാജ്യത്തുണ്ടാകുന്ന മാറ്റം ഈ നാട്ടിലെ സാധാരണക്കാരെ, ഈ നാട്ടിലെ പാവപ്പെട്ടവരെ, അവരെ മുഴുവൻ വികസനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. मित्रों, केंद्र में एनडीए की नरेंद्र मोदी सरकार बनने के बाद देश की विदेश नीति और रक्षा नीति के बीच में हमेशा एक कंफ्यूजन रहता था। नरेंद्र मोदी सरकार ने उस कंफ्यूजन को दूर कर दिया। देश की रक्षा नीति स्पष्ट है कि देश की सीमाओं पर कोई आक्रमण करेगा तो उसको मुंह तोड़ जवाब दिया जाएगा। और देश की विदेश नीति स्पष्ट है कि हम सबके साथ अच्छे रिश्ते चाहते हैं, हमारी सीमाओं की सुरक्षा करने के साथ। मगर एक अभी उरी में घटना हुई थी। उरी में जैसे ही घटना हुई, पूरा देश स्तब्ध था। बड़े सवेरे सुबह 12 जवानों को जिंदा जला दिया गया। पूरे देश में ये जवानों के लिए सहानुभूति थी। मगर इस बार देश में कांग्रेस की सरकार नहीं थी, एनडीए की सरकार थी, नरेंद्र मोदी सरकार थी। कुछ ही दिनों में सेना के जवानों ने पाकिस्तान के अंदर घुसकर आतंकवादियों को अपने घर में मारकर, सर्जिकल स्ट्राइक कर हमारी सीमाओं को सुरक्षित करने का काम किया। നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ രൂപം കൊണ്ടതിന് ശേഷം ഈ നാടിന്റെ അതിർത്തി താല്പര്യമെടുത്തിരിക്കുകയാണ്. ഇന്ത്യയുടെ അതിർത്തികൾ സുരക്ഷിതമായിരിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിർബന്ധമുണ്ട്. നമ്മുടെ എല്ലാ വിദേശ രാജ്യങ്ങളുമായിട്ടും സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സാഹചര്യം, അങ്ങനെയുള്ള ഒരു ബന്ധമുണ്ടാകണം എന്നുള്ളതാണ് നമ്മുടെ വിദേശ നയം. പക്ഷെ അതേ സമയത്ത് ഈ നാടിന്റെ അതിർത്തികളിൽ ആരെങ്കിലും അസ്വസ്ഥത സൃഷ്ടിച്ചാൽ അവർക്ക് ശക്തമായിട്ടുള്ള മറുപടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഉറിയിൽ നടന്ന സംഭവം നമുക്കറിയാം. 12 ജവാന്മാർ അവിടെ കൊല്ലപ്പെട്ടു. 12 ജവാന്മാർ കൊല്ലപ്പെട്ടപ്പോൾ ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്, കോൺഗ്രസിന്റെ സർക്കാരല്ല. അതുകൊണ്ട് തന്നെ ശത്രുവിന്, അക്രമികൾക്ക്, ഈ നാട്ടിലെ ജവാന്മാരെ കൊലപ്പെടുത്തിയവർക്ക് ശക്തമായിട്ടുള്ള മറുപടി നൽകാൻ, അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സാധിച്ചു. मित्रों, केंद्र में नरेंद्र मोदी सरकार ने सरकार बनने के बाद हर 15 दिन में एक योजना लाने का काम किया। चाहे जन धन योजना हो, मुद्रा बैंक योजना हो, स्किल इंडिया, स्मार्ट स्टैंड अप इंडिया, स्टार्टअप इंडिया, किसानों के लिए प्रधानमंत्री फसल बीमा योजना, कई प्रकार की योजना है। 92 से ज्यादा योजनाएं लेकर समाज के हर वर्ग के लिए आए। मगर ये योजनाएं केरल में नीचे तक नहीं पहुंचती है, क्योंकि यहां बैठी हुई पहले की कांग्रेस की सरकार और कम्युनिस्ट सरकार केंद्र सरकार की योजनाओं को नीचे पहुंचने में सबसे बड़ा व्यवधान है, सबसे बड़ा हर्डल है। നരേന്ദ്രമോദിജിയുടെ സർക്കാർ കഴിഞ്ഞ 2.5 വർഷക്കാലത്തിനിടയിൽ ഓരോ 2 ആഴ്ചയിലൊരിക്കൽ, 15 ദിവസത്തിലൊരിക്കൽ ഒരു പുതിയ പദ്ധതി
ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ജൻധൻ പദ്ധതിയും മുദ്ര പദ്ധതിയും അതോടൊപ്പം സ്റ്റാൻഡപ്പ് ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, സ്കിൽ ഇന്ത്യ തുടങ്ങിയിട്ടുള്ള പദ്ധതികൾ, കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതികൾ തുടങ്ങിയിട്ടുള്ള നിരവധി പദ്ധതികൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ട്, അവരുടെ ക്ഷേമം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളത്തിൽ ഈ പദ്ധതികൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് ആശ്വാസകരമായിട്ടുള്ള രീതിയിൽ ആശ്വാസം ലഭിക്കുന്ന തരത്തിൽ നടപ്പിലാക്കപ്പെടുന്നില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ നേരത്തെ ഭരിച്ച കോൺഗ്രസ് സർക്കാരാണെങ്കിലും ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെങ്കിലും അവർ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ ഈ നാട്ടിലെ ജനങ്ങളുടെ, ഈ കേരളത്തിലെ ജനങ്ങൾക്ക്, ജനങ്ങൾക്ക് എത്തിക്കുന്ന തരത്തിൽ എത്തിക്കുന്നതിൽ അവർ ബോധപൂർവം വീഴ്ച വരുത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക. मित्रों, केरल की जो सरकार है वो विकास में विश्वास नहीं करती, हिंसा में विश्वास करती है। जब से केरल की सरकार बनी है, भारतीय जनता पार्टी और एनडीए के कार्यकर्ताओं की एक के बाद एक हमले भी होते हैं, हत्या भी होती है। अगर विजयन जी ऐसा मानते हैं कि हिंसा करने से एनडीए का विकास केरल के अंदर रोक सकेंगे, तो उनको मालूम नहीं है जितनी हिंसा करेंगे एनडीए उतना ही ज्यादा फैलता जाएगा, उतना ही ज्यादा मजबूत होगा, उतना ही ज्यादा संघर्ष करेगा। കേരളത്തിലെ സർക്കാർ കേരളത്തിൽ വികസനം ആഗ്രഹിക്കുന്നില്ല. അവരാഗ്രഹിക്കുന്നത് കേരളത്തിലെ അക്രമത്തിന്റെ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകർക്കെതിരായിട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അക്രമ സംഭവങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഒരു കാര്യം അവർ മനസ്സിലാക്കണം, ഈ അക്രമങ്ങളിലൂടെ ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. അക്രമങ്ങളിൽ ഏർപ്പെട്ടാൽ അതിന്റെ ഫലമായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യം എൻഡിഎ ഇല്ലാതാകില്ല. പകരം എൻഡിഎ കൂടുതൽ ശക്തമാകും, എൻഡിഎ കൂടുതൽ വ്യാപൃതമാകും, എൻഡിഎ കൂടുതൽ സുശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകും എന്ന് നിങ്ങളുടെ മുൻപാകെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. मित्रों, केरल देश का सबसे शिक्षित राज्य है। यहाँ विकास की अपार संभावनाएं पड़ी है। नरेंद्र मोदी सरकार केंद्र में है। यहाँ पर भी अगर एनडीए की सरकार होती है तो विकास 2 गुना 4 चौगुना हो जाएगा। इसलिए समय की जरूरत है कि एनडीए के सभी घटकों ने एक साथ मिलकर काम करना पड़ेगा और मजबूताई से ये यूडीएफ और एलडीएफ का सामना करना पड़ेगा। കേരളം സാക്ഷരത നേടിയിട്ടുള്ള സംസ്ഥാനമാണ്. വിദ്യാസമ്പന്നത്തിൽ ദേശീയ തലത്തിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന വളർച്ചയും മുന്നേറ്റവും, ആ മുന്നേറ്റം കേരളത്തിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ എൻഡിഎയുടെ അങ്ങനെ ഒരു സർക്കാർ കേരളത്തിൽ ഭരണത്തിൽ വന്നാൽ ദേശീയ തലത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വികസനം, ആ വികസനം കേരളത്തിൽ കൂടി സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. और श्री तुषार वेल्लापल्ली के नेतृत्व में बीडीजीएस ने 1 साल के अंदर बहुत लंबी मजल काटकर एक अच्छा मकाम हासिल किया है। मैं आज बीडीजीएस के सम्मेलन में सभी बीडीजीएस के कार्यकर्ताओं को शुभकामना देना चाहता हूं कि तुषार भाई के नेतृत्व में बीडीजीएस बहुत मजबूत हो और भारतीय जनता पार्टी और बीडीजीएस दोनों मिलकर एक मजबूत राजनीतिक शक्ति बनकर केरल के विकास के लिए यहां पर एनडीए की सरकार बनाने के लिए प्रवृत्त हो। केंद्र की सरकार केरल के विकास के लिए कटिबद्ध है और केंद्र की सरकार का नेतृत्व श्री नरेंद्र मोदी के नेतृत्व में, चाहे कोई भी सरकार यहां हो, केरल का हर क्षेत्र में विकास हो, इसके लिए समर्पित है। फिर से एक बार मैं सभी भाइयों बहनों को मेरी शुभकामना देकर मेरी बात समाप्त करता हूं। वंदे मातरम। എൻഡിഎയുടെ എല്ലാ ഘടകകക്ഷികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ എൻഡിഎ ശക്തിപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ എൻഡിഎയുടെ സർക്കാർ രൂപീകരിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്.
ഇവിടെ BDJS-ന്റെ നേതൃത്വത്തിൽ ശ്രീ തുഷാർജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ BDJS വളരെയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. BDJS കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് തുഷാർജിയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള ഒരു സംഘടന എന്നുള്ള നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയും BDJS-ഉം ചേർന്നിട്ടുള്ള ഒരുമിച്ചുള്ള കൂട്ടുകെട്ട്, ആ കൂട്ടുകെട്ട് ഈ കേരളത്തിലും NDA-യെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും. അതോടൊപ്പം കേന്ദ്രത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിജിയുടെ സർക്കാർ കേരളത്തിന്റെ വികസനത്തിൽ എല്ലാവിധത്തിലുള്ള സഹായവും സഹകരണവും ഈ കേരളം ആര് ഭരിച്ചാലും ശരി, ആര് ഭരിക്കുകയാണെങ്കിലും ശരി, അവർക്ക് കേരളത്തിന്റെ വികസനത്തിൽ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, ആ സർക്കാരിന്റെ സഹായം ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുന്ന BDJS-ന്റെ മുഴുവൻ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.